ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പറയുന്ന പണി ചെയ്യാനാണ് നിനക്ക് ഞാൻ കാശ് തരുന്നത്, അല്ലാതെ ഉപദേശിക്കാനല്ല. ഈ മഹാദേവനെ ഉപദേശിച്ച് നേരാക്കാൻ നീ എന്നല്ല, സാക്ഷാൽ മഹാദേവൻ വിചാരിച്ചാൽ പോലും സാധിക്കില്ല. എന്റെ ഇഷ്ടത്തിന് എനിക്ക് തോന്നിയതുപോലെ ഞാൻ ജീവിക്കും, ദേവൻ പറഞ്ഞു. സർ, ഉപദേശിക്കല്ല, അപേക്ഷിക്കുക. സാറിങ്ങനെ തോന്നിയതുപോലെ നടന്ന് നശിച്ചു പോകുന്നത് കാണുമ്പോ സങ്കടം തോന്നുന്നുണ്ട്, രവി പറഞ്ഞു. എന്നെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാൻ നീ എന്റെ ആരാ? ജോലിക്കാരൻ, അല്ലാതെ മറ്റെന്ത് ബന്ധാ നിനക്ക് എന്നോടുള്ളത്? എനിക്ക് ആരുടെ സങ്കടോ സഹതാപോ ആവശ്യമില്ല. എന്റെ ജോലിക്കാരൻ ഞാൻ പറയുന്ന ജോലി ചെയ്താൽ മാത്രം മതി. പോയി കൊണ്ടുപോയി അവളെ, ദേവൻ പറഞ്ഞു. ആരോടൊക്കെയോ ഉള്ള പക തീർക്കാൻ സ്വന്തം ജീവിതം നശിപ്പിക്കുക എന്നും ചിന്തിച്ച് രവി അവിടെ നിന്ന് പോയി. രാമേട്ടാ, ദേവൻ ഉറക്കെ വിളിച്ചു. ദേവന്റെ വിളി കേട്ട് രാമേട്ടൻ അടുക്കളയിൽ നിന്ന് ധൃതിയിൽ വന്നു. എന്താ കുഞ്ഞെ? രാമേട്ടൻ ചോദിച്ചു. ഗസ്റ്റ് റൂം വൃത്തിയാക്കിയിട്ടുണ്ടോ? ദേവൻ ചോദിച്ചു. വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത് കുഞ്ഞെ, രാമേട്ടൻ പറഞ്ഞു. ഗസ്റ്റുണ്ട്, വെള്ളം കൊണ്ടുവയ്ക്ക് എന്ന് പറഞ്ഞ് ദേവൻ ഫസ്റ്റ് ഫ്ലോറിലുള്ള അവന്റെ റൂമിലേക്ക് സ്റ്റെയർ കേസ് കയറിപ്പോയി. രാമേട്ടൻ ദേവൻ പോകുന്നത് കുറച്ചുനേരം നോക്കി നിന്ന ശേഷം ഒരു നെടുവീർപ്പിട്ട് അടുക്കളയിലേക്ക് തന്നെ തിരികെ പോയി. ഗൗരിയുടെ വീട്ടിൽ രാഘവനും പങ്കജവും മക്കളും ഡൈനിങ് ടേബിളിനരികിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് കഴിക്കാനുള്ളത് വിളമ്പിക്കൊടുത്ത ശേഷം ഗൗരി അല്പം മാറി നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള പിണക്കവും ഇണക്കവും തമാശകളുമെല്ലാം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് പങ്കജം ഗൗരിയെ ശ്രദ്ധിച്ചപ്പോൾ അവൾ നോക്കി നിൽക്കുന്നത് കണ്ട് പങ്കജം പറഞ്ഞു. കയറിപ്പോടി അകത്ത്. ഞങ്ങൾ കഴിക്കുന്നത് നോക്കി നിന്ന് കൊതി വീഴാനാണോ ഇവിടെ നിൽക്കുന്നത്? അത് കേട്ട് അവൾ ഒന്ന് ഞെട്ടി. എന്നിട്ട് വളരെ സങ്കടത്തോടെ അടുക്കളയിലേക്ക് പോയി. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് പങ്കജം അടുക്കളയിൽ വന്ന് ഗൗരിയോട് പറഞ്ഞു. എടി, കഴിച്ച പാത്രങ്ങളെല്ലാം എടുത്ത് ടേബിള് വൃത്തിയാക്കി എല്ലാ പാത്രങ്ങളും കഴുകി വെച്ച് അടുക്കള വൃത്തിയാക്കിയതിനു ശേഷം കിടന്നാൽ മതി. ശരിയല്ലമ്മേ, ഗൗരി പറഞ്ഞു. പങ്കജം അവിടെ നിന്ന് പോയ ശേഷം ഗൗരി ഡൈനിങ് ടേബിളിനരികിൽ ചെന്ന് പാത്രങ്ങൾ തുറന്നു നോക്കി. 2 ചപ്പാത്തിയും അല്പം കറിയും മിച്ചമുണ്ടായിരുന്നു. അവൾ അവിടെ ഉണ്ടായിരുന്ന എച്ചിൽ പാത്രങ്ങളെല്ലാം എടുത്ത് സിങ്കിൽ കൊണ്ടുപോയിട്ട് അതെല്ലാം കഴുകി വെച്ചു. ഒരു പ്ലേറ്റ് എടുത്ത് മിച്ചം വന്ന 2 ചപ്പാത്തിയും കുറച്ച് കറിയും എടുത്ത് അടുക്കളയുടെ ഒരു മൂലയിലിരുന്ന് കഴിക്കാൻ തുടങ്ങി. ചപ്പാത്തി പൊട്ടിച്ചെടുത്ത് കറിയിൽ മുക്കി വായിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവൾ കുറച്ചു മുമ്പ് ഡൈനിങ് ടേബിളിനരികിൽ രാഘവനും പങ്കജവും മക്കളും സന്തോഷത്തോടെ ഇരുന്ന് കഴിക്കുന്നത് ആലോചിച്ചു. കണ്ണിൽ നിന്ന് ഒഴുകി വന്ന കണ്ണുനീർ ഇടത് കൈകൊണ്ട് തുടച്ച് ചപ്പാത്തി വായിലേക്കിട്ട് ചവച്ചു. വീണ്ടും കണ്ണുനീർ ഒഴുകി വരാതിരിക്കാൻ അവൾ ശ്രമിച്ചെങ്കിലും അത് നിൽക്കാതെ ഒഴുകിക്കൊണ്ടിരുന്നു. ഒഴുകിവരുന്ന കണ്ണുനീർ ഇടത് കൈകൊണ്ട് തുടച്ചു മാറ്റി അവൾ വേഗം കഴിച്ചു തീർത്തു. അടുക്കളയിലെ പണികളെല്ലാം തീർത്ത് ഗൗരി കിടക്കാൻ അവൾക്കായി നൽകിയ ഉപയോഗമില്ലാത്ത സാധനങ്ങൾ എടുത്തുവയ്ക്കാൻ ഉപയോഗിക്കുന്ന മുറിയുടെ ഒരു മൂലയിലായി അവൾ കിടക്കാനായി വിരിക്കാറുള്ള പായ വിരിച്ചു. പായയിൽ വിരിക്കാൻ ഒരു വിരിപ്പും തലവയ്ക്കാൻ ഒരു തലേണയും പുതയ്ക്കാനുള്ളൊരു പുതപ്പും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചെറിയ മുറിക്കകത്ത് പഴയ അലമാരയും കാലുപോയ ഒരു മേശയും പൊട്ടിയ 2 ചെയറുകളും ഒരു പഴയ ടിവിയും ഒരു തയ്യൽ മെഷീനും പഴയ കുറെ പാത്രങ്ങളും കൂടാതെ എന്തൊക്കെയോ സാധനങ്ങളാക്കി ചാക്കിൽ കെട്ടി അതിനുള്ളിൽ വെച്ചിരുന്നു. ഗൗരി ആ റൂമിന്റെ മുക്കുമൂലയുമെല്ലാം പരിശോധിച്ച ശേഷം പായയുടെ നടുവിലായി ഇരുന്ന് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചു. എന്റെ മഹാദേവ, നിനക്ക് പാമ്പിനെ പേടിയില്ലാത്തതുകൊണ്ടായിരിക്കും നീ അത് കഴുത്തിലിട്ടിരിക്കുന്നത്. എനിക്ക് പാമ്പിനെ വല്ലാതെ പേടിയാ. ഈ മുറിക്കകത്ത് എന്തൊക്കെയുള്ളതെന്ന് എനിക്കറിയില്ല. വല്ല പാമ്പും വന്ന് എന്നെ കടിക്കാതെ രക്ഷിക്കണേ മഹാദേവ എന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം അവൾ കിടന്നു. കിടന്നിട്ട് ഒട്ടും തന്നെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു നോക്കി. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി വരാൻ തുടങ്ങി. വൈകുന്നേരം രാഘവൻ ജോലി കഴിഞ്ഞു വന്ന് ദിയയും ദീപ്തിയും അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നപ്പോൾ അയാൾ വാത്സല്യത്തോടെ അവരെ വിളിച്ചതും ചോക്ലേറ്റ് കൊടുത്തതുമെല്ലാം ഗൗരിയുടെ മനസ്സിൽ തെളിഞ്ഞു. അത് എന്റെ അച്ഛനല്ലേ? ദിയയ്ക്കും ദീപ്തിക്കും ചോക്ലേറ്റ് കൊടുത്തപ്പോ എനിക്കും ഒരു മിഠായി തരാതിരുന്നതെന്താ? ഞാനും അച്ഛന്റെ മകളല്ലേ? എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുമ്പോ നീയും എടുത്തു കഴിച്ചോ എന്ന് എന്താ എന്റെ അച്ഛൻ എന്നോട് പറയാതിരുന്നത്? കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും കിടന്നിട്ടും ഞാൻ അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോ നീ പോയി കിടന്നോ, ബാക്കി നാളെ ചെയ്യാം എന്ന് എന്താ എന്റെ അച്ഛൻ എന്നോട് പറയാതിരുന്നത്?
ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൂട്ടിയിരിക്കുന്ന ഈ മുറിക്കകത്ത് എന്തെങ്കിലും ജീവിയുണ്ടോന്ന് നോക്കിയിട്ട് കിടക്കുമോളെ എന്ന് എന്താ എന്റെ അച്ഛൻ പറയാതിരുന്നത്? ജോലിക്ക് പോയി തുടങ്ങിയതല്ലേ ഞാൻ. ജോലി എങ്ങനെയുണ്ടെന്ന് പോലും ചോദിച്ചില്ല. എന്നോട് മിണ്ടാതിരിക്കാൻ ഞാൻ അച്ഛനോട് എന്ത് തെറ്റാ ചെയ്തത്? അച്ഛന്മാര് സ്വന്തം അമ്മയുടെ സാമീപ്യത്തിൽ മാത്രാണോ മക്കളെ സ്നേഹിക്കൂ? എന്തിനാ മഹാദേവ എന്റെ അമ്മയെ നേരത്തെ എന്നിൽ നിന്ന് അകറ്റിയത്? എന്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്റെ അച്ഛൻ എന്നെ സ്നേഹിക്കുമായിരുന്നില്ലേ? അങ്ങനെ ഓരോന്നും ചിന്തിച്ച് അവൾ ഉറക്കം വരാതെ കിടന്നു. രവി നാൻസിയെ ദേവന്റെ വീട്ടിൽ ഇറക്കിവിട്ട് അവന് താമസിക്കാനായി കൊടുത്തിട്ടുള്ള ഔട്ട് ഹൌസിലേക്ക് പോയി. ദേവൻ നാൻസിക്കായി ഒരുക്കിയ ഗസ്റ്റ് റൂമിലേക്ക് വരുമ്പോൾ നാൻസി വാഷ്റൂമിലായിരുന്നു. ദേവൻ തലയണ ചാരിവെച്ച് ബെഡിലിരുന്ന് അതിലേക്ക് ചാരിക്കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ നാൻസി കുളി കഴിഞ്ഞ് വാഷ്റൂമിൽ നിന്ന് പുറത്തിറങ്ങി. നാൻസിയോട് ദേവൻ ചോദിച്ചു, നീ നാളെ വരുമെന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ ഇന്ന് തന്നെ പോന്നത്? ആ വൃത്തികെട്ടവനിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന ആശ്വാസത്തിൽ വീട്ടിലേക്ക് ചെല്ലുമ്പോ അമ്മയുടെ വക അടുത്ത കല്യാണാലോചന. പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല ദേവൻ. ഹാൻഡ് ബാഗിൽ കരുതിയിരുന്ന മോയ്സ്ചറൈസിംഗ് ക്രീം എടുത്ത് മുഖത്തും കയ്യിലും കഴുത്തിലുമെല്ലാം പുരട്ടിക്കൊണ്ട് നാൻസി പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് കിട്ടിയല്ലേ? ദേവൻ ചോദിച്ചു. ദേവൻ ഇരിക്കുന്ന കട്ടിലിന്റെ മറുവശത്തായി ഇരുന്നുകൊണ്ട് നാൻസി പറഞ്ഞു. രണ്ടുപേരും പൂർണ്ണ സമ്മതത്തോടെ ബന്ധം പിരിയാൻ തീരുമാനിച്ചതുകൊണ്ട് പെട്ടെന്ന് കിട്ടി. അപ്പോ കുട്ടികൾ? ദേവൻ ചോദിച്ചു. ഓരോ ദിവസവും ഓരോ പെണ്ണിനെ തേടി പോകുന്ന അയാൾക്ക് എന്തിനാ കുട്ടികൾ? എപ്പോഴെങ്കിലും ഒന്ന് കാണണമെന്നു പോലും അയാൾ പറഞ്ഞില്ല. അപ്പോ ഇനി മുതൽ നാൻസി സെബാസ്റ്റ്യൻ പഴയ പോലെ നാൻസി വർഗീസായി അല്ലേ? ഈ പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. കല്യാണം കഴിഞ്ഞാൽ അന്ന് തന്നെ അതുവരെ പേരിന്റെ കൂടെ ഉപയോഗിച്ചിരുന്ന അച്ഛന്റെ പേര് മാറ്റി ആ സ്ഥാനത്ത് കഴുത്തിൽ താലി കെട്ടിയവന്റെ പേര് ചേർക്കും. കെട്ടിയവന് വേണ്ടാന്ന് തോന്നുമ്പോൾ മാറ്റാവുന്നതാണെന്നും അച്ഛന്റെ സ്ഥാനത്തിന് ഒരു മാറ്റവും സംഭവിക്കില്ലെന്നും കഴുതുകൾ ചിന്തിക്കില്ല. ദേവൻ പറഞ്ഞു. ദേവൻ കളിയാക്കാണോ? നാൻസി ചോദിച്ചു. നിനക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അതെന്റെ തെറ്റല്ല, ദേവൻ പറഞ്ഞു. കെട്ടിയവനെ മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചതല്ലല്ലോ ദേവൻ. ഇനി ഞാൻ എന്റെ പേരിന്റെ കൂടെ ആരുടെ പേരും ചേർക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ സ്വന്തം ഐഡന്റിറ്റിയിൽ അറിയപ്പെടാനാ എനിക്ക് താല്പര്യം. ഒരു പെണ്ണിന് അച്ഛന്റെയോ ഭർത്താവിന്റെയോ കെയർ ഓഫ് ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നൊന്നുമില്ലല്ലോ, നാൻസി പറഞ്ഞു. അല്ലെങ്കിലും ഈ പെണ്ണുങ്ങൾക്ക് ബുദ്ധി കുറച്ച് വൈകി ഉദിക്കൂ, ദേവൻ പറഞ്ഞു. ആണുങ്ങൾക്കെന്താ ബുദ്ധി നേരത്തെ ഉദിക്കോ? അങ്ങനെയാണെങ്കിൽ ദേവന് അബദ്ധമൊന്നും പറ്റില്ലായിരുന്നല്ലോ. ഒരബദ്ധം മാത്രാണോ? അബദ്ധങ്ങളുടെ ഘോഷയാത്രയല്ലേ ദേവന്റെ ജീവിതത്തിൽ, നാൻസി പറഞ്ഞു. അത് കേട്ട് ദേവന് ദേഷ്യം വന്നു. മതി, എന്റെ ജീവിതത്തിലെ അബദ്ധങ്ങളെടുത്ത് ചിക്കി ചികയേണ്ട, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. സോറി ദേവൻ, ദേവൻ എന്നെ കളിയാക്കിയപ്പോ അറിയാതെ പറഞ്ഞു പോയതാ, നാൻസി പറഞ്ഞു. ദേവൻ മൂഡ് ഓഫ് ആയി ഇരിക്കുന്നത് കണ്ട് നാൻസി ചോദിച്ചു. 3-4 ദിവസം ഞാൻ ഓഫീസിലില്ലാതിരുന്നപ്പോ എന്തൊക്കെ വിശേഷങ്ങളാ ഉണ്ടായത്? ഓഫീസിൽ എന്ത് വിശേഷം? ഓഫീസിലെ കാര്യങ്ങൾ ഓഫീസിൽ വെച്ച് സംസാരിക്കാം. ഓഫീസിലെ ടെൻഷൻ വീട്ടിലേക്ക് കൂടെ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓഫീസിലെ ടെൻഷൻ കൂടാതെ തന്നെ ആവശ്യത്തിൽ കൂടുതൽ ടെൻഷൻ എന്റെ ജീവിതത്തിലുണ്ട്, ദേവൻ പറഞ്ഞു. ദേവന്റെ ടെൻഷനെല്ലാം ദേവൻ സ്വയം വരുത്തിവെച്ചതല്ലേ, നാൻസി പറഞ്ഞു. മതി നിർത്ത് എന്ന് പറഞ്ഞ് ദേവൻ ദേഷ്യത്തോടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. എന്തോർക്കരുതെന്ന് വിചാരിക്കുന്നു അത് തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതുകൊണ്ടാ ഞാൻ ആരുമായി സംസാരിക്കാൻ ആഗ്രഹിക്കാത്തത്. നീയും അഞ്ജലിയും എന്റെ ഫ്രണ്ടാണല്ലോ എന്ന് കരുതിയാ നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ നിൽക്കുന്നത്. എന്നാൽ പലപ്പോഴും നിങ്ങളെന്റെ മനസ്സിനെ തളർത്താൻ ശ്രമിക്കുക, ദേവൻ ദേഷ്യത്തോടെ പറഞ്ഞു. സോറി ദേവൻ, തന്റെ മനസ്സിനെ തളർത്താനൊന്നുമല്ല, ജസ്റ്റ് പറഞ്ഞെന്നേ ഉള്ളൂ. എല്ലാം ഒരിക്കൽ ശരിയാവും ദേവൻ. ഒരിക്കൽ താൻ പഴയതിനേക്കാൾ കൂടുതൽ സന്തോഷത്തോടെ ജീവിക്കും, നാൻസി ദേവന്റെ അടുത്ത് ചെന്ന് തോളിൽ കൈവച്ച് ആശ്വസിപ്പിക്കും പോലെ പറഞ്ഞു. അത് കേട്ട് ദേവൻ അവളുടെ മുഖത്ത് നോക്കി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു. ജീവിതത്തിൽ തോറ്റുപോയതിന്റെ പ്രതീകമായി എന്റെ മുന്നിലിങ്ങനെ നിൽക്കുമ്പോഴും നീ എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ.